നമസ്കാരം, ഞാൻ ടോണി. ഹോംസ് ആൻഡ് വില്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊളോണിയൽ ഡിസൈനിൽ പണിതീർത്തൊരു വീടാണ്. 2500 സ്ക്വയർ ഫീറ്റിൽ 20 സെന്റ് സ്ഥലത്തെ 2 നിലകളായി 4 ബെഡ്റൂമുകളോട് കൂടിയാണ് ഈ വീട് പണിതീർത്തിരിക്കുന്നത്. നമുക്ക് ആ വീടൊന്ന് കാണാം. ഇന്ന് നമ്മൾ കാണുന്നത് 2500 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളായി 4 ബെഡ്റൂമുകളോട് കൂടി പണിതീർത്തൊരു വീടാണ്. മുറ്റമെല്ലാം ഇന്റർലോക്ക് ഒക്കെ പാകിയും ചെടികളും ഒക്കെ വെച്ച് മനോഹരമായിട്ടാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. വീടിന്റെ മുൻവശത്തായി തന്നെ സിറ്റ് ഔട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള വിട്രിഫൈഡ് ടൈലും ഗ്രാനൈറ്റുമാണ്. സിറ്റ് ഔട്ടിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഈ വീടിന്റെ മെയിൻ ഡോറ് കാണാൻ സാധിക്കും. സ്റ്റീൽ ഡോറാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ജനലുകളാണ് ഈ വീടിന് മുഴുവനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാം. കയറി ചെല്ലുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ചേർന്നൊരു വലിയൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നമുക്കൊരു സോഫ സെറ്റും ടീപ്പോയും ഒക്കെ കാണാൻ സാധിക്കും. ഇമ്പോർട്ടഡ് ഫർണിച്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഒരു സൈഡിലെ ഭിത്തിയിൽ ചാർക്കോൾ ഫിനിഷും ക്ലാഡിംഗ് ടൈലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. സ്റ്റീലും ഗ്ലാസും കൊണ്ട് നിർമ്മിച്ച ഡൈനിങ് ടേബിളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ തന്നെ വാഷ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസോട് കൂടിയുള്ള ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭിത്തിയിൽ ക്ലാഡിംഗ് ടൈലും ഒട്ടിച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഡൈനിങ്ങിന്റെ തന്നെ ഒരു കോർണറിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. ഈ കോർണറിലും ക്ലാഡിംഗ് ടൈല് ഒട്ടിച്ചിട്ടുണ്ട്. ലിവിംഗിലും ഡൈനിങ് ഏരിയയിലും ജിപ്സം സീലിംഗും LED ലൈറ്റിങ്ങും ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ലിവിംഗിന്റെയും ഡൈനിങ് സ്പേസിന്റെയും ഇടയിലായി 2 സൈഡിലും നമുക്ക് ഓരോ പാസേജ് കാണാൻ സാധിക്കും. ഒരു പാസേജ് ഒരു മിനി കിച്ചൺ കണക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയിലുള്ള ഒരു സൈഡിലെ പാസേജ് ആണിത്.
ഈ പാസേജിൽ കൂടി വേണം ഒരു ബെഡ്റൂമിലേക്കും കോമൺ ബാത്റൂമിലേക്കും പ്രവേശിക്കാൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കിച്ചണാണ്. ഗ്ലാസും വുഡും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഡോറ് പണിതീർത്തിരിക്കുന്നത്. ലിവിങ്ങിലും ഡൈനിങ്ങിലും കണ്ട പോലുള്ള കളർ കോമ്പിനേഷനാണ് കിച്ചണും നൽകിയിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. കിച്ചണിൽ നമുക്കൊരു ടോൾ യൂണിറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ക്യാബിനറ്റുകളെല്ലാം പണിതീർത്തിരിക്കുന്നത് ഫെറോ സിമെന്റും ACPയും ഉപയോഗിച്ചാണ്. പുഷ് ഓപ്പൺ ഡ്രോയറുകളും ഓവർഹെഡ് ക്യാബിനറ്റുകളും ധാരാളം സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകിയിരിക്കുന്നത് കാണാം. ഹോബും ഹുഡും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. മെയിൻ കിച്ചണിൽ നിന്ന് നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ ആണ്. ഇവിടെ എൽ ഷേപ്പിലാണ് ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഫെറോ സിമെന്റും ACPയും ഉപയോഗിച്ചാണ് ഇവിടെയും ക്യാബിനറ്റുകളെല്ലാം പണിതീർത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കിച്ചനോട് ചേർന്നുള്ള പാസേജിൽ കൂടി വേണം ഈ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാൻ. 180 സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെയുള്ള ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫെറോ സിമെന്റും ACPയും ഉപയോഗിച്ചാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡിന് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്നാണ് അടുത്തൊരു ബെഡ്റൂം. 130 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ലിവിംഗ് ഏരിയയോട് ചേർന്നാണ് അടുത്തൊരു ബെഡ്റൂം. 135 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. നോൺ അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഇത് കോമൺ ബാത്റൂമിനോട് ചേർന്നാണ്. ഇവിടെ നമുക്ക് വാർഡ്രോബും സ്റ്റഡി ടേബിളും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ലിവിംഗ് സ്പേസിൽ നിന്നാണ് മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഫുട്വെയർ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസുമാണ്. ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റുമാണ്. സ്റ്റെയർ കേസ് കയറി മുകൾ നിലയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ലിവിംഗ് സ്പേസും ബെഡ്റൂമുമാണ് കാണാൻ സാധിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ ഒരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്.
മുകൾ നിലയിലുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 180 സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെയുള്ള ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബാത്റൂമുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സ്കിൻ ഡോറുകളുമാണ്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ മാറ്റ് ഫിനിഷുള്ള വിട്രിഫൈഡ് ടൈലാണ്. ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.